Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് എന്നുള്ള രീതിയിൽ ക്ലിയർ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ സോഴ്സസ് ഓഫ് റിഡംഷൻ നോക്കുന്ന സമയത്ത് അല്ലേ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റലിലൂടെ നമുക്ക് റിഡീം ചെയ്യാം അല്ലേ, പ്രോഫിറ്റിലൂടെ റിഡീം ചെയ്യാം, അങ്ങനെ കുറേ സോഴ്സസിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ട് റിഡംഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് വി ആർ redeeming debentures out of profit or surplus, then we need to follow certain procedures, clear, or certain rules, clear, that have been stipulated in the Companies Act as well as stipulated by the SEBI. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് എന്തൊക്കെയാണ്, ക്ലിയർ, ജസ്റ്റ് നമുക്ക് നോക്കി പോകാം. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോ ആസ് പെർ സെക്ഷൻ 71 subsection 4 of the Companies Act of 2013, clear, the redemption of debenture അതുമായി ബന്ധപ്പെട്ടിട്ട്, that is out of profits-ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. Number 1, the company shall create debenture redemption reserve equivalent to at least 25% of face value of the debentures before their debenture redemption commences. ഡിബഞ്ചർ റിഡംഷൻ കമൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആകെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലേ ഡിബഞ്ചറിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഡിബഞ്ചർ നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിൻ്റെ അല്ലേ ആകെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചറിന് 25% എന്ത് ചെയ്യണം, DRR ക്രിയേറ്റ് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ. സോ പ്രീവിയസ്ലി ഇറ്റ് വാസ് 50%. ക്ലിയർ. സോ ആസ് പെർ കമ്പനീസ് ആക്ട് ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 25%. അപ്പോൾ 25% ഇപ്പോൾ ഉള്ള റേറ്റ്. അപ്പോൾ നമ്മൾ പഴയ ടെക്സ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ 50% വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 25% കാണും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി വൺ ഓഫ് ദി കണ്ടീഷൻ. ഇനി the above debenture redemption reserve shall be created out of profits available for payment of dividend by the company. അതായത് റവന്യൂ പ്രോഫിറ്റ് എന്ന് വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ക്ലിയർ. ദിസ് dividend gets reduced because profits are utilized for the redemption of debenture. ക്ലിയർ. അപ്പോൾ റവന്യൂ പ്രോഫിറ്റ്സ് ആണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൽ നിന്നും വേണം എന്ത് ക്രിയേറ്റ് ചെയ്യാൻ, DRR ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ every company is required to create debenture redemption reserve shall on or before 30th April of each year invest or deposit a sum which shall not be less than 15% of the amount of debentures maturing during the year ending on 31st March of the next year, in case in any one or more of the following method. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് അവിടെ പറയുന്നത്, ഒരു കമ്പനി ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുന്നതിന് വേണ്ടി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് വെറുതെ എടുത്തു വയ്ക്കുന്നതിന് പകരം, ക്ലിയർ, ഒരു കണ്ടീഷൻ കമ്പനീസ് ആക്ട് തന്നെ പറയുകയാണ്. ഓക്കെ, എന്താ പറയണത്, ഒരു വർഷത്തിൻ്റെ അവസാനം, ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം റിഡീം ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ വർഷത്തിൻ്റെ ഉള്ളിൽ റിഡീം ചെയ്യേണ്ടതായിട്ടുള്ള ഡിബഞ്ചേഴ്സിൻ്റെ ക്ലിയർ, എത്രയാണോ ഡിബഞ്ചർ റിഡീം ചെയ്യേണ്ടത് അതിൻ്റെ മാത്രം, ക്ലിയർ, ആ വർഷത്തിൽ റിഡീം ചെയ്യേണ്ട ഡിബഞ്ചേഴ്സിൻ്റെ 15% എങ്കിലും, 15% ക്ലിയർ, ഏപ്രിൽ മാസം, ഏപ്രിൽ എന്താ ഓപ്പണിംഗ് ഡേറ്റ് ആണ് അല്ലേ. സാധാരണ നമ്മൾ ഇന്ത്യയിൽ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് 31st March ആണ്. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിൽ 30 മുമ്പായിട്ട് ക്ലിയർ ഡിപ്പോസിറ്റ് ചെയ്യണം, സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ക്ലിയർ. സോ വി നീഡ് ടു ക്രിയേറ്റ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്, DRR ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ DRR. ഓക്കെ, ഇപ്പോൾ DRR ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ. ഓ 30 ഏപ്രിൽ 30th day of April each year, ഓരോ വർഷവും റിഡീം ചെയ്യേണ്ട ഡിബഞ്ചറിൻ്റെ 15% കുറയാത്ത ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, അത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ചെയ്യാമെന്നാണ് താഴെ പറയുന്നത്. ക്ലിയർ. എന്തൊക്കെയാണ് മാർഗങ്ങൾ? ക്ലിയർ, ഷെഡ്യൂൾഡ് ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെന്താ അടുത്തത്,
the unencumbered securities of central government or any state government. Clear? State government, central government securities വാങ്ങിക്കാം, government securities വാങ്ങിക്കാം. Unencumbered securities mentioned in subclause A to D. Clear? A മുതൽ D വരെ വരുന്നത് of section 20 of the Indian Trust Act 1982. ക്ലിയർ? 1982 ട്രസ്റ്റ് ആക്ട് പ്രകാരം നിക്ഷേപിക്കാൻ യോഗ്യമായിട്ടുള്ള സെക്യൂരിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. A to D മുതൽ വരെ. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സെക്യൂരിറ്റീസ് നിക്ഷേപിക്കുക, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കേട്ടോ. ദെൻ unencumbered bonds issued by another company which is notified under subclause F of the Trust Act 1982. അപ്പോൾ 1982 ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് പറയുന്ന ക്ലിയർ സെക്ഷൻ 20 പറയുന്ന മറ്റുള്ള കമ്പനികളുടെ ഡിബഞ്ചറിലും നിക്ഷേപിക്കാം. ഇങ്ങനെയുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ തന്നെ. അതുപോലെ തന്നെ the amount invested or deposited as above shall not be used for any purpose other than the redemption of debentures maturing during the year referred. Clear? അപ്പോൾ ഈ വർഷത്തേക്ക് റിഡീം ചെയ്യേണ്ട ഡിബഞ്ചറിന് വേണ്ടി 15% അല്ലേ കുറയാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നിക്ഷേപിക്കണം. അത് ബാങ്ക് അക്കൗണ്ടിലോ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം നിക്ഷേപിക്കാൻ യോഗ്യമായിട്ടുള്ള ചില സെക്യൂരിറ്റീസിലോ നിക്ഷേപിക്കാം. ക്ലിയർ? എന്നിട്ട് അത് എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ? ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ക്ലിയർ? പ്രൊവൈഡഡ് ദാറ്റ് ദി എമൗണ്ട് മീനിങ് ദാറ്റ് ഈസ് എമൗണ്ട് റിമൈനിങ് ഇൻവെസ്റ്റഡ് or depositor shall not at any time fall below 15% of the amount of the debentures maturing during the year ending on 31st March of that year. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും ക്ലിയർ ഇങ്ങനെ ഡിബഞ്ചർ റിഡീം ചെയ്യേണ്ട ഡിബഞ്ചറിൻ്റെ 15% എന്ത് ചെയ്യണം? എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതൊരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ. ദെൻ ഇൻ കേസ് ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് debenture redemption reserve shall be created in respect of the non-convertible portion. Okay, അപ്പോൾ ഫുള്ളി കൺവേർട്ടബിൾ ആണെങ്കിൽ തീരെ DRR ആവശ്യമില്ല, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ക്ലിയർ? അതുപോലെ തന്നെ അല്ലേ നോൺ കൺവേർട്ടബിൾ ആണെങ്കിലും അല്ലേ ഇത്തരത്തിലുള്ള ഡിബഞ്ചർ എന്താണ്? നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? 15% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, 25% ടോട്ടൽ ഡിബഞ്ചറിൻ്റെ DRR ക്രിയേറ്റ് ചെയ്യണം. ഇനി പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചർ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ? കൺവേർട്ടബിൾ പോർഷൻ എന്നും നോൺ കൺവേർട്ടബിൾ പോർഷൻ. ഇതിൽ കൺവേർട്ടബിൾ പോർഷൻ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നോൺ കൺവേർട്ടബിൾ പോർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയും എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുപോലെ ചെയ്യണം. ക്ലിയർ? The amount credited to the debenture redemption reserve shall not be utilized by the company for any purposes other than redemption of debenture. DRR ഉള്ള എമൗണ്ട് ഡിബഞ്ചർ റിഡംഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ? ഇനി വേറൊരു കണ്ടീഷൻ എന്താ? ഈ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ redemption of all the debentures, any amount left out in the debenture redemption reserve can be transferred to ക്ലിയർ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഇതൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ. ദെൻ സെബീസ് ഗൈഡ് ലൈൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സെബിയുടെ ഗൈഡ് ലൈൻ ആർക്കാണ് അപ്ലിക്കബിൾ? ഫോർ ലിസ്റ്റഡ് കമ്പനി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് സെബിയുടെ ഗൈഡ് ലൈൻ കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? എവറി കമ്പനി ഷാൽ ക്രിയേറ്റ് DRR. ക്ലിയർ? ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് റിഡീമബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് മോർ ദാൻ 18 months. അപ്പോൾ സെബി പറയുന്നു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 18 മാസം വരെയുള്ള ഡിബഞ്ചർക്കാണെങ്കിൽ അല്ലെ ഡിബഞ്ചറിൻ്റെ ടേം അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 18 months താഴെയാണെങ്കിൽ DRR ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാളും കൂടുതലാണെങ്കിൽ DRR ക്രിയേറ്റ് ചെയ്താൽ മതി. Then a company shall create debenture redemption reserve equivalent to 25%. Clear? Previously it was 50%. Clear? Then പിന്നീട് കമ്പനീസ് ആക്ട് വന്നതിന് ശേഷം ക്ലിയർ ഇത് 25% കുറച്ചിട്ടുണ്ട്. Then the creation of DRR is obligatory for non-convertible debenture and non-convertible portion of PCD, partly convertible debenture. ഇത് ഞാൻ നേരത്തെ മുൻകൂട്ടി ഇപ്പോൾ പറഞ്ഞതാണ് അല്ലെ, തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം. Then withdrawal from debenture redemption reserve is permissible only after 10% of the debenture liability of company has already been reduced. Clear? ഇനി debenture redemption reserve എന്തെങ്കിലും തരത്തിലുള്ള ക്ലിയർ വിഡ്രോവൽ നടത്തണമെങ്കിൽ ക്ലിയർ 10% ഡിബഞ്ചർ എന്ത് ചെയ്യണം? അതൊന്ന് റിഡീം ചെയ്തിരിക്കണം. ക്ലിയർ? അവൈലബിൾ ആയിട്ട് ഡിബഞ്ചർ 10% റിഡീം ചെയ്ത ശേഷം
ക്ലിയർ. DRRൽ ഉള്ള ചെറിയ കുറച്ച് എമൗണ്ട്, അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ GRലേക്ക് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ in any case of redemption of debentures fully out of profits, then 100% of the face value of the issued amount of debenture should be transferred from statement of profit and loss to DRR. Clear? In any case redemption of debentures fully out of profit, മുഴുവനായിട്ട് ലാഭത്തിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ക്ലിയർ, അവിടെ എന്ത് ചെയ്യാം, 100% വരെ വേണമെങ്കിലും എന്ത് ചെയ്യാം, DRR ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ. സോ 100% ഓഫ് ദി face value of issued amount of debenture should be transferred. Clear? ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂൻ്റെ 100% വരുവാണെങ്കിൽ നമുക്ക് SOPയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, we can transfer it to DRR account, debenture redemption reserve account. Clear? So these are the provisions of SEBI. അക്കൗണ്ടിങ് എൻട്രീസ് ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈ പ്രൊവിഷൻസിനെ കുറിച്ച് തിയറി നമ്മൾ നേരത്തെ അധികം ഡിസ്കസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ക്ലിയർ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ. എൻട്രീസ് എന്താ? സോ ഇവിടെ എൻട്രിയിൽ ചെറിയൊരു വ്യത്യാസം അല്ലേ, നമ്മൾ നേരത്തെയൊക്കെ നോക്കിയപ്പോൾ ഡിബഞ്ചർ ബിക്കം ഡ്യൂ ഫോർ റിഡംഷൻ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഡിബഞ്ചർ അക്കൗണ്ടേറ്റഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നൊക്കെ എഴുതുമായിരുന്നു അല്ലേ. അപ്പം അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കമ്പനീസ് ആക്ട് അനുസരിച്ച് റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് ക്ലിയർ DRR ക്രിയേറ്റ് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കണം. ക്ലിയർ. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് വേണം ഡിബഞ്ചറിൻ്റെ റിഡംഷൻ ഡ്യൂ ആയിട്ട് കാണിക്കാൻ. ക്ലിയർ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ എൻട്രി നോക്കുന്നത്. ക്ലിയർ. സോ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഹാസ് അപ്രോപ്രിയേറ്റഡ് ഇൻ ദി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ. അപ്പോൾ 15% വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓരോ വർഷം വാങ്ങിക്കുകയാണെങ്കിൽ അല്ലേ, നമ്മൾ എന്താ എൻട്രി ചെയ്താൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസറ്റാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എൻ അസറ്റ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു പേ ക്യാഷ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ. സോ DR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ. Then so what is next? Second one is, and for receiving interest on debenture redemption investment account, ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം, പീരിയോഡിക്കലി ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണെങ്കിൽ 6% 7% നിരക്കിൽ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് അല്ലേ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിലൂടെ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ. സോ ഇൻട്രസ്റ്റ് ഓൺ DR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ. അത് ഇൻകം ആയതുകൊണ്ടാണ് DR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ DR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്, ബാങ്കിലൂടെ പൈസ കിട്ടുന്ന ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ for realizing the amount invested in the debenture redemption investment, DR ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് റിയലൈസ് ചെയ്യാണ്. എന്താ റിയലൈസ് ചെയ്യുന്ന, ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ സെയിൽ ഓഫ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് പൈസയാക്കി മാറ്റുക. എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നത്, ഡിബഞ്ചറിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി, റിഡംഷൻ സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ക്ലിയർ ഒരു എൻട്രി ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, പൈസ കിട്ടുന്നതുകൊണ്ട്. ദെൻ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, കാരണം എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ക്ലിയർ, DR റിസർവ്, ഏതെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് എനി ബാലൻസ് ലെഫ്റ്റ് ഔട്ട്, ക്ലിയർ, ദിസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു DR. ക്ലിയർ. അപ്പോൾ ലാഭമാണ് വരുന്നതെങ്കിൽ അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ DRലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ. സോ ദ ക്രെഡിറ്റ് എമൗണ്ട് അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലിയർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു DRR. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ. ദെൻ ഫോർ ക്രിയേഷൻ ഓഫ് DR അല്ലേ, DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് P&L അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഓർ സർപ്ലസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ SOPL എന്ന് എഴുതാം അല്ലേ. സോ ഡെബിറ്റ് SOPL ഓർ P&L അക്കൗണ്ട് ഓർ സർപ്ലസ് ആൻഡ് ക്രെഡിറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ. സോ ഷോർട്ട്ലി അല്ലേ, സിംപ്ലി പറഞ്ഞെന്താ, P&L അക്കൗണ്ട് ടു DRR. ഓക്കെ. എത്രയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പ്രോബ്ലത്തിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, 25% ഓഫ് ദി ഡിബഞ്ചർ ക്ലിയർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ. ഓക്കെ. ഇനി അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ പ്രോബ്ലത്തിൽ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, 15% ഓഫ് ദി ഡിബഞ്ചർ ക്ലിയർ ഡ്യൂ ഫോർ റിഡീമിങ് ദാറ്റ് ഇയർ, ആനുവൽ ഡ്രോയിങ് ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ വർഷവും കുറച്ച് എമൗണ്ട് വീതം ഡ്യൂ ആവും. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഓരോ വർഷവും 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ് നമ്മൾ റിഡീം ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, 1 lakh rupeesൻ്റെ 15%, ദാറ്റ് ഈസ് 15,000 rupees എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചതായിട്ട് കാണിക്കണം. ക്ലിയർ. ഓക്കെ. ഇനി റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഡിബഞ്ചറിൻ്റെ ആകെയുള്ള 5 lakh
റുപ്പീസിൻ്റെ ഡിബഞ്ചറിൻ്റെ 25% എങ്കിലും എന്ത് ചെയ്യണം, DRRലേക്ക് മാറ്റണം. ക്ലിയർ? എന്നിട്ട് വേണം റിഡംഷൻ കമൻസ് ചെയ്യാൻ. ഓക്കെ. ദെൻ നമ്പർ 5, ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അല്ലേ, ഡിബഞ്ചർ ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും എൻട്രി, ദാറ്റ് ഈസ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നേരത്തെ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡിബഞ്ചർ ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്താ എൻട്രി ചെയ്ത, നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്. പക്ഷെ നമ്മൾ എൻട്രി ചെയ്തു. എന്താ എൻട്രി? ഡിബഞ്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും അല്ലേ, അപ്പോൾ ലൈബിലിറ്റി ക്യാൻസൽ ആയിപ്പോയി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ വീണ്ടും ചെയ്യണം, ഡെബിറ്റ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ പൈസ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വേണം അത് പേയ്മെൻറ്റ് ചെയ്യാം. ക്ലിയർ? രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒറ്റ എൻട്രി ആയിട്ട് ഇതാണെങ്കിലോ, ക്ലിയർ, ഡിബഞ്ചർ അക്കൗണ്ട് ആയിട്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഒറ്റ എൻട്രി കൊണ്ട് എഴുതാം. ദെൻ ആഫ്റ്റർ റിഡംഷൻ, ക്ലിയർ, റിഡംഷൻ എല്ലാം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, ദി എമൗണ്ട് അവൈലബിൾ ഇൻ ദി debenture redemption reserve account shall be transferred to general reserve. So what is entry? DRR account to GR, general reserve account. ഇങ്ങനെ ഈ രീതിയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്, എൻട്രി ഒക്കെ എഴുതിയതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് പറയാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത് മാത്രം. ഓക്കെ, ഇനി ഈ 25% ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ നമ്മൾ കുറച്ച് എമൗണ്ടൊക്കെ DRR വെച്ചിരുന്നെന്ന് വിചാരിക്കുക. എങ്കിൽ ബാക്കി എത്രയാണോ വേണ്ടത് അത് മാത്രം ചെയ്താൽ മതി. ക്ലിയർ? ഇപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഡ്യൂ ചെയ്യുന്നതിന് മുമ്പ് 25% ആക്കണം. അത്രയേ ഉള്ളൂ അല്ലേ. അതിൻ്റെ അർത്ഥം എന്തല്ല, ഒറ്റയടിക്ക് 25% ആക്കണം എന്നില്ല. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യാം. ഡിബഞ്ചർ റിഡംഷൻ ഡ്യൂ ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി, 25% ആക്കിയാൽ മതി. ഓക്കെ, ഇനി ഒരു വർഷത്തിൽ 15% ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം എന്ത് ചെയ്താൽ മതി, 10% കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് 25% ആക്കിയാൽ മതി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ ആനുവൽ ഡ്രോയിങ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആനുവൽ ഡ്രോയിങ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഡിബഞ്ചർ റിഡംഷൻ നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. എങ്ങനെയൊക്കെ ചെയ്യാം, ലംസമായിട്ട് റെഡീം ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ആനുവൽ ഡ്രോയിങ്, ഓരോ വർഷവും ചെറിയൊരു എമൗണ്ട് വീതം വെച്ചിട്ട് റെഡീം ചെയ്യാം. ക്ലിയർ? അങ്ങനെ ഓരോ വർഷവും ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ എന്താണ് വരിക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട് ഓഫ് ക്യാപിറ്റലും ചെയ്യാം, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സും ചെയ്യാം അല്ലേ. രണ്ട് സോഴ്സസും നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആനുവൽ ഡ്രോയിങ്. ഓക്കെ, വലിയ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സോ വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് current sources of the company, it is known as redemption of debenture out of capital. So it adversely affect the working capital of the company. Okay, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, so according to the companies, that is share capital and debentures rules 2014, it is compulsory to transfer an amount equal to at least 25% of the total amount of redeemable debentures to DRR before starting such a redemption. ക്ലിയർ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. 2014 ക്ലിയർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റൂൾസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, കമ്പനികൾ അതിൻ്റെ റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ ഡിബഞ്ചർ ആയിക്കോട്ടെ, റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 25% എന്ത് ചെയ്യണം, ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു DRRലേക്ക് മാറ്റണം. ക്ലിയർ? അങ്ങനെ മാറ്റിയ ശേഷമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് DRR ക്രിയേറ്റ് ചെയ്യണം അർത്ഥം. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് നോക്കാം. അങ്ങനെയാണെങ്കിൽ, സോ വെൻ ദി എമൗണ്ട് ഈസ് പേയബിൾ ഈസ് ചാർജ്ഡ് ഔട്ട് ഓഫ് സർപ്ലസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഫ്രം ദി ബിസിനസ്, റവന്യൂ പ്രോഫിറ്റ് ഫ്രം ദി ബിസിനസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ, ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ് വെദർ ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, ദെൻ ഇറ്റ് ഷുഡ് ബി ആൾവേസ് ബി സപ്പോസ്ഡ് ടു ബി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിബഞ്ചറിന് റിഡീം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ക്യാപിറ്റൽ ആണെന്നൊന്നും തന്നിട്ടില്ല, പ്രോഫിറ്റ് ആണെന്ന് തന്നില്ല. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യണം, വി നീഡ് ടു മേക്ക് എൻ അസംഷൻ ദാറ്റ് ഡിബഞ്ചർ റിഡംഷൻ ഈസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ക്ലിയർ? നോട്ട് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ബട്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ക്ലിയർ? ആ രീതിയിൽ അസ്യൂം ചെയ്തിട്ട് വേണം ജേർണൽ എൻട്രീസ് ചെയ്താനും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ക്ലിയർ? സോ ലെറ്റ് us see about an example. Clear? So example number 3. A Limited issued 4,011% debentures of 100 each on April 1, 2016 at a discount of 5%, redeemable at a premium of 10% in equal annual drawings of 4 years out of capital. അവിടെ
പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്. ക്ലിയർ? സോ എ ലിമിറ്റഡ് issued 4,000 11% ഡിബഞ്ചർ. അല്ലെ, ഡിബഞ്ചർ നമ്മൾ സാധാരണ അതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ദർഫോർ ഇറ്റ് ഈസ് 11% ഡിബഞ്ചർ. ഓക്കെ, ഓഫ് റുപ്പീസ് 100 each. So 4,000 into 100. Clear? So that will give you 4 lakh rupees. Clear? So this is a total amount of debenture issue on 1/4/2016 at a discount of 5%. 5% ഡിസ്കൗണ്ട് അല്ലേ. ഇപ്പോൾ 4 ലാക്കിൻ്റെ അല്ലേ 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? സോ ഇറ്റ് കംസ് ടു നിയർലി 20,000. ഇപ്പം 20,000 റുപ്പീസ് കുറയും. അപ്പോൾ 4,20,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? സോ 3,80,000 റുപ്പീസാണ് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുക. ക്ലിയർ? ഇഷ്യൂ ചെയ്ത സമയത്ത് ക്യാഷ് ആയിട്ട് കിട്ടുക. ഓക്കെ, ദെൻ give journal entries both at the time of issue and at the time of redemption of debenture. Ignore the treatment of loss on issue of debenture and interest. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കേസും അതുപോലെ ലോസ് ഓൺ ഇഷ്യൂ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എൻ്റർ ചെയ്ത്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം എന്താ ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് അറ്റ് 3,80,000. ഹൗ 3,80,000? ക്ലിയർ? ദാറ്റ് ഈസ് വി ഹാവ് ഇഷ്യൂഡ് 4,000 ഡിബഞ്ചേഴ്സ് അല്ലേ. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 95 രൂപയാണ്. സോ ഇൻറ്റു 95, 100 റുപ്പീസിൻ്റെ വാല്യൂന്ന് നമ്മൾ 5% ഡിസ്കൗണ്ടാണ് കൊടുക്കുക. അപ്പോൾ 95 വെച്ചിട്ടാണ് കിട്ടുക. ക്ലിയർ? സോ ദിസ് ഇസ് ദ എമൗണ്ട്. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അത് 20,000 രൂപയായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? എമൗണ്ട്. ക്ലിയർ? ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്. ബാക്കി 40,000 രൂപ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? അതിവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ. മറ്റേ റിഡീമബിൾ റിഡംഷൻ പ്രീമിയം ഓഫ് 10%. 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ 4 lakh റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ. അതിൻ്റെ 10% എത്രയാ? 40,000 രൂപ. ഈ 40,000 രൂപ എന്ത് ചെയ്യണം? റിഡംഷൻ സമയത്ത് പ്രീമിയം ആയിട്ട് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ 40,000 രൂപ ദാറ്റ് ഈസ് 10 രൂപ വെച്ചിട്ട് കൊടുക്കണം. ക്ലിയർ? സോ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താ? 4,000 ക്ലിയർ ഇൻറ്റു ഓക്കെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ 5 രൂപ വെച്ചിട്ടും പ്രീമിയം എന്ന് പറയുന്നത് 10 രൂപ വെച്ചിട്ട് ആകെ 15 രൂപ. ക്ലിയർ? അപ്പോൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60,000 രൂപ കിട്ടി. ക്ലിയർ? ഈ 60,000 രൂപ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്ലിയർ? ദെൻ 11% ഡിബഞ്ചർ അക്കൗണ്ട് ഫേസ് വാല്യൂ 4,000 ഇൻറ്റു 100 ഫേസ് വാല്യൂ. ക്ലിയർ? സോ ദാറ്റ് ഈസ് 4 lakh. ദെൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 40,000. ക്ലിയർ? അപ്പോൾ ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? 4,000 ഇൻറ്റു 100. ക്ലിയർ? ഈ എമൗണ്ട് എങ്ങനെ കിട്ടിയത്? 4,000 ഇൻറ്റു 10 rupee premium, redemption premium. Clear? Okay. So, narration എന്താ കൊടുക്കുക? Issue of debenture at 5% discount and which are redeemable at a premium of 10%. Okay. Then, അടുത്ത journal entry എന്താണ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഏതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്? DR ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. റിഡംഷന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? വി നീഡ് ടു ക്രിയേറ്റ് അല്ലേ 4 annual equal installments. റിഡംഷനെ സംബന്ധിച്ച് പറയുന്ന കാര്യം എന്താ നോക്കൂടെ? ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഇൻ 4 years ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു അല്ലേ. 4 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം ആകെ 4 ലക്ഷം. ക്ലിയർ? ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 lakh per year. ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റിഡീം ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. എന്താണ് ചെയ്യേണ്ടത്? എമൗണ്ട് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ പെർ ഇയർ ഈക്വൽ ടു അല്ലെങ്കിൽ ആനുവൽ എമൗണ്ട് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഈക്വൽ ടു ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഈക്വൽ ടു ടോട്ടൽ 4 lakh ഡിവൈഡഡ് ബൈ 4 ഇൻസ്റ്റാൾമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 15% ആണ് മിനിമം. ഇവിടെ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 15% അസ്യൂം ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ ഇറ്റ് ഈസ് 15,000. 1 lakh റുപ്പീ എങ്ങനെ കിട്ടിയത്? ഒരു വർഷം റിഡീം ചെയ്യേണ്ട ഡിബഞ്ചർ അല്ലേ, അതാണ് ഓരോ വർഷവും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ റിഡീം ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 1 lakh റുപ്പീ. അപ്പോൾ 1 lakhൻ്റെ എന്ത് ചെയ്യണം? 15%. ഈ എമൗണ്ട് എന്ത് ചെയ്യണം? 30/4/2016 മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? on 30/4/2016. ക്ലിയർ? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് 15,000. ഓക്കെ, ഇത് പ്രോബ്ലത്തിൽ വ്യക്തമായി തന്നിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അതുപോലെ തന്നെ DR ക്രിയേറ്റ് ചെയ്യണം അല്ലേ. DRR ക്രിയേറ്റ് ചെയ്യണം. DRR എത്രയാണ്?
25% of the issued amount. What is the issued amount? So that is 4 lakh. 4 ലക്ഷം രൂപയ്ക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, ഫേസ് വാല്യൂ. അതിൻ്റെ എന്ത് ചെയ്യണം? 25%. സോ വാട്ട് ഇസ് 25% ഓഫ് 4 lakh? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 lakh rupee. അപ്പോൾ നമ്മൾ എത്ര DRR ക്രിയേറ്റ് ചെയ്യണം? 1 lakh rupeesൻ്റെ ഡിബഞ്ചർ ക്രിയേറ്റ് ചെയ്യണം. ഇത് തന്നിട്ടുണ്ടോ? പ്രോബ്ലത്തിലില്ല. പക്ഷെ എന്തനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്? ആസ് പെർ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് ആൻഡ് റൂൾസ്. കമ്പനീസ് റൂൾസിലും പറയുന്നതിനനുസരിച്ച് DRR നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു റിസർവ് ആക്കി നമ്മൾ പ്രോഫിറ്റ് എന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ആണ്. ക്ലിയർ? സോ DRR. വാട്ട് ഇസ് എൻട്രി ഫോർ ക്രിയേറ്റിംഗ് DRR? ക്ലിയർ? സോ ദാറ്റ് ഈസ് ഓൺ ലാസ്റ്റ് ഡേ. ക്ലിയർ? ദാറ്റ് ഈസ് എ ഇയർ എൻഡ് സ്റ്റേറ്റ്മെന്റ്. SOPL, ദാറ്റ് ഈസ് സർപ്ലസ് അക്കൗണ്ട്. സർപ്ലസ് എന്ന് എഴുതാം. ക്ലിയർ? സർപ്ലസ് അക്കൗണ്ട് അല്ലെങ്കിൽ P&L അക്കൗണ്ട് അല്ലെങ്കിൽ SOPL എന്ന് എഴുതാം. ക്ലിയർ? സോ P&L അക്കൗണ്ട് ഡെറ്റർ 1 lakh to DRR 1 lakh. ഓക്കെ. Creation of DRR equal to 25% of the debenture. Then what is the next entry? അതേ ഡേറ്റിൽ തന്നെ നമ്മൾ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നു അല്ലേ? അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ, ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അല്ലേ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് റെഡീം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വരിക? 1 lakh rupeesന് നമ്മൾ ഡിബഞ്ചർ റെഡീം ചെയ്യണം. ക്ലിയർ? 10,000 രൂപയുടെ നമ്മൾ എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുക്കണം. എങ്ങനെ 10,000 രൂപ കിട്ടുക? 10% എന്നാണ് പറയുന്നത് അല്ലേ? 10% ഓഫ് 1 lakh rupee റെഡീം ചെയ്യുന്നതിൻ്റെ 10%. ക്ലിയർ? സോ premium on redemption of debenture account 10,000 to debenture holders 1,10,000. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പ്രീമിയം നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ എൻട്രിയിൽ. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 40,000 രൂപ. ക്ലിയർ? അപ്പോൾ ആ 40,000 രൂപയിൽ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്യും? 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അല്ലേ ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് കുറയും. അപ്പോൾ ഇതിന് ക്രെഡിറ്റ് ആയിരുന്നു, ഇതിപ്പോൾ നമ്മൾ ഡെബിറ്റ് വന്നു. അപ്പോൾ ബാക്കി എത്രയായിട്ട് വരുന്നത്? 30,000 രൂപ വരും. ക്ലിയർ? ഇനി വീണ്ടും ഓരോ വർഷം കഴിയുമ്പോൾ ഇത് കുറഞ്ഞ് വരും. ലാസ്റ്റ് 0 ആയിട്ട് മാറും. ക്ലിയർ? സോ 11% ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 1 lakh. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 10,000 to ഡിബഞ്ചർ ഹോൾഡേഴ്സ് 1,10,000. ക്ലിയർ? സോ ദിസ് ഈസ് for the first year. Clear? 31/3/2017. Clear? At the end of the first year of debenture redemption. Clear? Then ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ബാങ്കിലൂടെ കൊടുത്തു. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,000 ടു ബാങ്ക് അക്കൗണ്ട് 1,10,000. ക്ലിയർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വി ആർ ഇഗ്നോറിങ് ദ റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് ആസ് വെൽ ആസ് ദി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ക്ലിയർ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ കൊടുത്തതായിട്ടോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയതായിട്ടോ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ക്ലിയർ? ഓൾ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ ഇഗ്നോർഡ്. ക്ലിയർ? അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൻ്റെ റൈറ്റിംഗ് ഓഫ് നമ്മളിവിടെ എന്ത് ഇഗ്നോർ ചെയ്തിരിക്കുന്നു. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇതുപോലെ അല്ലേ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഡ്യൂ ആവും റിഡംഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 11% ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ? സോ 11% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 1,10,000. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 10,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 1,10,000. ഇത് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സോ വി നീഡ് ടു ക്രിയേറ്റ്, ഇവിടെ ഒരു എൻട്രി ഇല്ല പക്ഷെങ്കിലും വി നീഡ് ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ? ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കണതായിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കണം. ക്ലിയർ? സോ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്? അല്ലേ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ എന്താണ്? 1 lakh rupees ആണ് റെഡീം ചെയ്യേണ്ടത്. 1 lakh rupeesന്റെ 15%. ക്ലിയർ? ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യത്തെ പോലെ ചെയ്യണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സോ സാധാരണ ഇതിൽ ഇത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സിനാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലേ? പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആദ്യം തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ ക്രിയേറ്റ് ചെയ്യണേ അഗെയിൻ ഈ എൻട്രി വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ക്ലിയർ? ആ വർഷത്തെ ഡേറ്റ് ഇട്ടിട്ട് DR investment account at to bank account. Clear? 15,000. So we need to write the one more additional entry. Okay. Then debenture redemption amount നമ്മൾ DRR വീണ്ടും ക്രിയേറ്റ് ചെയ്യണോ? DRR we need not create a DRR again. അല്ലേ എന്താ കാരണം? DRR is created on the total amount of debenture available. That is 4 lakhന്റെ 25% ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് വീണ്ടും 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 DRR ക്രിയേറ്റ് ചെയ്യണം. മിനിമം എമൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണോ? അല്ല. ക്ലിയർ? സോ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ക്ലിയർ. അത് ഓരോ വർഷവും ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. ക്ലിയർ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ
വീണ്ടും നെക്സ്റ്റ് ഇയറിൽ കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? ഇവിടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തിട്ടില്ല. ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യാതെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ചെയ്തിരിക്കുന്നത്. കറണ്ട് ഇയറിലെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ക്ലിയർ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സെക്കൻഡ് ഇയറിൽ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേഷൻ്റെ ജേണൽ എൻട്രി ഇവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ഇയറിൽ വരുമ്പോഴും വീണ്ടും ഡിബഞ്ചർ ഡ്യൂ ആയിട്ട് കാണിച്ചു. ക്ലിയർ? 11% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 1 lakh, പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 10,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 1,10,000. അത് കൊടുക്കുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ക്ലിയർ? അഗെയിൻ ഇൻ ദ ലാസ്റ്റ് ഇയർ, ക്ലിയർ, അവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ഇപ്പോൾ ഓരോ വർഷത്തിലും. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ വ്യത്യാസം. ക്ലിയർ? സെക്കൻഡ് ഇയറിൽ നമ്മൾ DR ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തില്ല. കാരണം എന്താ, കമ്പനീസ് ആക്ട് അനുസരിച്ച് 15% ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഡിബഞ്ചർ റിഡംഷൻ ചെയ്യേണ്ട അല്ലേ എമൗണ്ടിൻ്റെ 15% എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തിട്ടില്ല. ക്ലിയർ? വി ആർ റിഡീമിങ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സെയിൽ ചെയ്യാത്ത രീതിയിലാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സെയിൽ ചെയ്യാത്തതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് നഷ്ടപ്പെടുന്നില്ല. സെക്കൻഡ് ഇയറിൽ അപ്പോൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യണോ? വേണ്ട. ക്ലിയർ? പക്ഷേ ഫസ്റ്റ് ഇയറിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വി നീഡ് ടു ക്രിയേറ്റ് എഗെയിൻ. ക്ലിയർ? DR ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ഇവിടെ ഒന്നാമത്തെ വർഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആ വർഷത്തിൻ്റെ അവസാനം എന്ത് ചെയ്തിട്ടില്ല, സെയിൽ ഓഫ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ബാലൻസ് ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ എത്രയാണ് എമൗണ്ട്, 1 lakh റുപ്പിയാണ്. ക്ലിയർ? നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്, 15,000 അല്ലെങ്കിൽ 15% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മൂന്നാമത്തെ വർഷത്തെ റിഡീം ചെയ്യുമ്പോഴും 1 lakh റുപ്പിയാണ് നമ്മൾ റിഡീം ചെയ്യേണ്ടത്. 15,000 ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? ഓക്കെ, ദെൻ നാലാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി DR ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ സെയിൽ ഓഫ് ചെയ്തു, ഡിസ്പോസ് ചെയ്തു. ക്ലിയർ? ഇവിടെ നമുക്ക് എത്രയാണ് വാല്യൂ എന്നൊന്നും തരാത്തതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് എമൗണ്ട് മാത്രമേ കിട്ടിയെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ക്ലിയർ? അതുകൊണ്ടാണ് ഇങ്ങനെ എൻട്രി ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ബൈ മേക്കിംഗ് an assumption that clear whatever we have invested that is returned back. Clear? No interest. Clear? No extra. Clear? No capital gain, no capital loss. പക്ഷേ നോർമലി വരുന്ന സമയത്ത് എന്ത് വരാം, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊന്നുകിൽ ലോസ് വരും അല്ലെങ്കിൽ പ്രോഫിറ്റ് വരും, ഇങ്ങനെയൊക്കെ വരാം. ക്ലിയർ? സെക്യൂരിറ്റീസ് ആയതുകൊണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് വാല്യൂലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ഇടുന്നതെങ്കിൽ ക്ലിയർ അപ്പോഴും എന്തുണ്ട്, ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് വി വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഫാക്ടറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത്. ക്ലിയർ? So bank account to DR investment account 15,000, realization of investment. Then investment നമ്മൾ ഡിബഞ്ചർ ഡ്യൂ ആകുമ്പോൾ 11% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 1 lakh, premium on redemption of debenture account 10,000 to debenture holders 1,10,000. Okay, need debenture holders account to bank 1,10,000. Clear? So all the debenture holders have been paid back. Clear? 4 വർഷം കൊണ്ട് പെയ്ഡ് ബാക്ക് ചെയ്തു. ഇനി ഡിബഞ്ചർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, DRR ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഇപ്പോൾ 1 lakh റുപ്പീസിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് അല്ലേ. ഇനി DRRൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ DRR വിൽ ബി transferred to clear general reserve. Clear? So for transferring DRR to general reserve, the entry is debit DRR. അപ്പോൾ ക്യാൻസൽ ആയി പോകും. ക്ലിയർ? GRൽ ക്രെഡിറ്റ് വേണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ DRR അക്കൗണ്ട് അറ്റ് 1 lakh to GR general reserve 1 lakh. Okay, so this is how entries are passed in the case of annual drawing. Clear? അപ്പോൾ ഇവിടെ ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എൻട്രീസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇനി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എൻട്രിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ക്ലിയർ? അപ്പോൾ എന്താ എൻട്രിയിൽ മാറ്റം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നമുക്കറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഒരു വർഷത്തെ നമ്മൾ പ്രോഫിറ്റ് എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ വർഷവും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, അതിൻ്റെ എൻട്രി നമ്മൾ എഴുതണം. ക്ലിയർ? So at the end of the first year, if investment is sold, clear, we need to write the journal entry for sale of investment, realization of investment, bank account to DR investment. അപ്പോൾ വീണ്ടും അടുത്ത വർഷം എന്ത് ചെയ്യണം, വീണ്ടും വാങ്ങിക്കണം. ക്ലിയർ? 30th ഏപ്രിലിന് മുമ്പായിട്ട് വാങ്ങിക്കണം. ഇങ്ങനെ ഓരോ വർഷവും 30th ഏപ്രിലിന് മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദാറ്റ് വിൽ ബി ക്ലിയർ ഡൺ. ഓക്കെ, പക്ഷെ നമ്മളിവിടെ പ്രോബ്ലം എഴുതുന്ന സമയത്ത് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്, അതർവൈസ് ഈ രീതിയിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ? ദെൻ DRR നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? 25% ഓഫ് ദ ടോട്ടൽ ഡിബഞ്ചർ ആണ് വേണ്ടത്. ക്ലിയർ? ഇഷ്യൂഡ് ഡിബഞ്ചർ ആണ് വേണ്ടത്. 25% ഓഫ് ദ ഇഷ്യൂഡ് ഡിബഞ്ചർ. ക്ലിയർ? അത് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആണെങ്കിൽ അത് മതി. ഇനി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, ക്ലിയർ,
ക്രിയേറ്റ് DRR ഈക്വൽ ടു ദി 100% ഓഫ് ദി ഡിബഞ്ചർ വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യണം, 100% ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? ക്രിയേറ്റ് DRR ക്ലിയർ ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ ഓരോ വർഷവും ക്ലിയർ പ്രോഫിറ്റ് നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് ആക്കി മാറ്റി വെച്ചിട്ട് ചെയ്യണം. ക്ലിയർ? ഇതുപോലെ സിങ്കിങ് ഫണ്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, സിങ്കിങ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ SOPയിൽ നിന്ന് മാറ്റി വയ്ക്കും അല്ലേ. ദാറ്റ് ഈസ് P&L അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിട്ട് സിങ്കിങ് ഫണ്ട് കോൺട്രിബ്യൂഷൻ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സർപ്ലസിനെ ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, DRRൽ ക്രെഡിറ്റ് ചെയ്യണം എവറി ഇയർ. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം നമ്മൾ നോക്കിയിട്ട് എഴുതാൻ. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇല്ലസ്ട്രേഷൻ ആയിട്ട് എടുത്ത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ.